ഇന്നൊരു സിയാറത്തിൻ്റെ വീഡിയോ ഉണ്ടോ. ബഹുമാനപ്പെട്ട വെട്ടം മുല്ലാക്ക അവറുകളുടെ മക്കാമിലേക്കാണ് ഇന്ന് പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കുറച്ചങ്ങോട്ട് പോയാൽ കരിയമുട്ടി എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലാണ് ഈ മഹാൻ്റെ മക്കാം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും പ്രകൃതിയാൽ മൂടപ്പെട്ട ഭംഗിയുള്ള ആ ഗ്രാമ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു കുളിർമയാണ്. വിശാലമായി കിടക്കുന്ന പാടവും മലയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോടും ഒക്കെ മനസ്സിലൊരു സന്തോഷം നൽകുന്നു. വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു വഴിയിലേക്ക് കടന്നു പോകുന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് വയലായിരുന്നു. ഒരു ചെറു വരമ്പായിരുന്നു അക്കരയ്ക്ക് എത്താൻ വേണ്ടി ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കുറേ ഗ്രാമത്തിലൊക്കെ ഒരുപാട് പുരോഗമനം വന്നതിനാൽ ചെറിയ റോഡ് വെട്ടി ഈ വഴി വാഹനങ്ങൾ കടന്നു പോകാനുള്ള ഒരു സൗകര്യമായി. പണ്ടത്തെ പോലെ സജീവമായിട്ടുള്ള കൃഷിയൊന്നും ഇവിടെ ഇല്ല. കുറേ പഴയ കാരണവന്മാർ ചില ഭാഗങ്ങളിലൊക്കെ കൃഷി തുടങ്ങിക്കണമെന്ന് പഴയ അവരുടെ ആ കൃഷി ഇങ്ങനെ തുടർന്ന് പോകണമെന്ന് മാത്രം. പണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു വിശാലമായിട്ടുള്ള ഇതേപോലെയുള്ള വഴികൾ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും കല്ല് മുട്ടിയായിരുന്നു, ഇങ്ങനെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് മഹാൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ട് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മക്കാമാണ് കേട്ടോ. വെട്ടമുല്ലാക്ക ഉപ്പാപ്പാൻ്റെ ഒരുപാട് വർഷം പഴക്കമുള്ള മക്കാമാണ്. ഇവിടെ ഭയങ്കര പ്രസിദ്ധമായിട്ട് ഒരുപാട് അവിടെ മൗലിദ് പാരായണവും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അവരുടെ പേരിലൊക്കെ ഫാത്തിഹ ഓതുക. നമ്മളുടെ ഏത് പ്രയാസങ്ങളും മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അത് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അത് നമ്മൾ മക്കാമിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മക്കാമിലേക്ക് കടന്നു പോണ ഒരു ചെറിയൊരു വഴിയാണ് കേട്ടോ. കല്ലും മുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ കാര്യമായിട്ടുള്ള പുരോഗമനമൊന്നുമില്ല. ഈ വഴിയൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇത്രയും സൗകര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. കല്ലുമുട്ടി ഇതുപോലെയല്ല, ഒരു മണ്ണ്, ഒരു ചെറിയ മണ്ണും കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. ഇതാണ് ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ മക്കാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് മദ്രസ. അപ്പോൾ ആ കാണുന്നതാണ് മഹാനവറുകളുടെ മക്കാമ്. മഹാനവറുകളും അതുപോലെ തന്നെ മഹാനവറുകളുടെ സുഹൃത്തുമാണ് ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മക്കാമാണിത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മക്കാമിലേക്കൊക്കെ സന്തോഷത്തോടു കൂടി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന റാഹത്തൊന്ന് വേറെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇതുപോലെയുള്ള മക്കാമിലേക്കൊക്കെ നമ്മൾ മക്കാമിലേക്കൊക്കെ ഞാനൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിൽ വല്ലാണ്ട് കടന്നുകൂടിയാൽ ഏതെങ്കിലും മഹാൻ്റെ മക്കാമിലേക്ക് ഹദ്റത്തിലേക്ക് പോയി അവിടെ സിയാറത്ത് ചെയ്യും, ഫാത്തിഹ ഓതും. ആളിക്കത്തുന്ന തീയിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടാവുമല്ലോ, അതാവും പിന്നെ നമുക്ക് കിട്ടുക. ഒരു റാഹത്ത് കിട്ടും. അള്ളാഹു മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മക്കാമിലേക്ക് സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവരോടൊക്കെ അടുക്കാനും അള്ളാഹു അവരെയും നമ്മെയും അവരുടെ കൂടെ മഹാന്മാരുടെ കൂടെ നാളെ അള്ളാഹു നമ്മളെ സ്വർഗത്തിലാക്കുമാറാവട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.